വർഷം സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന വർഷങ്ങൾക്ക് ശേഷം. ഹൃദയം സിനിമയുടെ വൻ വിജയത്തിന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന ചിത്രത്തിൽ പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങി കല്യാണി പ്രിയദർശനും അജു വർഗീസും ബേസിലും നിവിൻ പോളിയും ഒന്നിക്കുന്നു. ചിത്രത്തിന്റെ ടീസർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു. അതും വൈറലാണ്. വിവിധ കാലഘട്ടങ്ങളിലൂടെയാണ് സിനിമ സഞ്ചരിക്കുക എന്ന ടീസറിൽ നിന്നും വ്യക്തമാണ്. ഇപ്പോഴത്തെ ടീസർ വിലയിരുത്തി സിനിമാ പ്രേമിയായ നാരായണൻ എന്നൊരാൾ പങ്കുവച്ചൊരു കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ ശ്രീനിവാസൻ കഥയാണോ എന്ന സംശയവും അതിനുള്ള കാരണവും പങ്കിട്ടിട്ടുള്ളതാണ് വിശദമായ ആ കുറിപ്പ്. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ മുതൽ ഈ സിനിമ മോഹൻലാൽ, ശ്രീനിവാസൻ എന്നിവരുടെ ജീവിത കഥയാണെന്ന അഭ്യൂഹവും എയറിലുണ്ട്. സിനിമയുടെ കാസ്റ്റിംഗ് കൂടി വന്നപ്പോൾ ഇത് കുറച്ചുകൂടി ശക്തമായിരിക്കുകയാണ്. ധ്യാൻ ശ്രീനിവാസനും പ്രണവ് മോഹൻലാലും, ശ്രീനിവാസന്റെ മകനും മോഹൻലാലിന്റെ മകനും. എന്നാൽ അതിവിദഗ്ധമായി ശ്രീനിവാസന്റെയും മോഹൻലാലിന്റെയും ജീവിതവുമായി ഈ ചിത്രത്തിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന് വിനീത് ശ്രീനിവാസൻ ഓപ്പണായി പറയുകയുണ്ടായി. എന്നാൽ പുറത്തിറങ്ങിയ ടീസർ ഈ സംശയം ശക്തമാക്കുകയാണ്. ധ്യാൻ ശ്രീനിവാസന്റെ കഥാപാത്രം കണ്ണൂരിൽ ഏതോ കോളേജിൽ നിന്ന് ചാടിപ്പോകുന്നതാണ് ആദ്യ രംഗം. ശ്രീനിവാസൻ യഥാർത്ഥത്തിൽ ഒരു കണ്ണൂർക്കാരനാണ്. ടീസറിന്റെ ഇടയ്ക്ക് പ്രണവ് വെള്ളമടിച്ചുകൊണ്ട് മോഹൻലാലിന്റെ മാനറിസം പോലെ ഒരു ഐറ്റവും ഇറക്കുന്നുണ്ട്. മോഹൻലാലിനെ മിമിക്ക് ചെയ്തതുപോലെയാണത്. ടീസറിൽ ഇവർ ചെന്നൈയിൽ വന്നിറങ്ങുമ്പോൾ കാണിക്കുന്നത് MGRന്റെ ഒരു കട്ടൗട്ടും അതിന്റെ ആഘോഷങ്ങളുമാണ്. മോഹൻലാൽ ഒരു കടുത്ത MGR ആരാധകനായിരുന്നുവെന്ന് മോഹൻലാൽ തന്നെ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഇതിലും മണ്ടനായ ഒരു പ്രൊഡ്യൂസറിനെ നിനക്ക് കിട്ടില്ല എന്ന് ടീസറിൽ ധ്യാൻ പ്രണവിനോട് പറയുന്നുണ്ട്. അത് അജു അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ പറ്റിയാകും. അജുവിന്റെ ഓൾഡർ വേർഷൻ മാത്രമേ പക്ഷെ ടീസറിൽ കാണിച്ചിട്ടുള്ളൂ. കോടമ്പക്കത്ത് ആ കാലത്ത് വരുന്ന എല്ലാ സിനിമാ മോഹികൾക്കും അഭയം സ്വാമീസ് ലോഡ്ജാണ്. മോഹൻലാലും ശ്രീനിവാസനും ഒക്കെ താമസിച്ചിരുന്ന സ്വാമീസ് ലോഡ്ജ്. ഈ ലോഡ്ജിന്റെ ഓർമ്മകൾ പല സിനിമാക്കാരും അയവിറക്കുന്നത് പല ഇന്റർവ്യൂസിലും കണ്ടിട്ടുമുണ്ട്. കൺസോൾ കോംപ്ലക്സിൽ നിന്നുകൊണ്ട് അഭിമാനത്തോടെ നോക്കുന്ന കലേഷ് രാമാനന്ദന്റെ കഥാപാത്രം ടീസറിലുണ്ട്. അത് പ്രിയദർശനാണ്. ഒരുപക്ഷെ മോഹൻലാലിന്റെ അഭിനയമോ ഡബ്ബിങ്ങോ കൺസോളിൽ ഇരുന്ന് കണ്ട അഭിമാനം കൊള്ളുന്ന ദൃശ്യമാകാം. യഥാർത്ഥ ജീവിതത്തിൽ അഭിനയവും സ്റ്റാർഡവും ഒന്നും അത്ര താല്പര്യമില്ലാത്ത, എന്നാൽ ഇതിലേക്ക് എത്തപ്പെടേണ്ടി വന്ന ആളാണ് പ്രണവ് മോഹൻലാൽ എന്ന് കേട്ടിട്ടുണ്ട്. അതാകാം ഒരുപക്ഷെ നിവിൻ പോളിയുടെ കഥാപാത്രത്തിലൂടെ ബ്ലാക്ക് ഹ്യൂമറായി അവതരിപ്പിച്ചത്. ടീസറിന്റെ അവസാനം സിനിമ സ്ക്രീനിൽ കണ്ട സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്ന ബേസിൽ ജോസഫിന്റെ കഥാപാത്രം വിനീത് ശ്രീനിവാസനാണ്. ഒരുപക്ഷെ ഈ ഒരു സിനിമ എടുത്ത് എല്ലാവരും കൈയടിക്കുന്നതും മോഹൻലാൽ, ശ്രീനിവാസൻ വീണ്ടും ഒന്നിക്കുന്നതും ഒക്കെ സ്വപ്നം കാണുന്ന പ്രസന്റ് ലോകത്തെ വിനീത് ശ്രീനിവാസൻ. ഇപ്പോൾ മോഹൻലാലും ശ്രീനിവാസനും അത്ര നല്ല അടുപ്പത്തിലല്ല. എന്നാൽ ഒരു കാലത്ത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നവരാണ്. അതിനാൽ അവർക്കിടയിലെ മഞ്ഞുരുകാൻ ഒന്നിക്കുന്നത് അവരുടെ മക്കളാണ്, വിനീതും പ്രണവും. അതാകും സിംബോളിക്കലി കാണിച്ചത് എന്ന തരത്തിലാണ് കുറിപ്പിലുള്ളത്. നിരവധി പേരാണ് കുറിപ്പ് ഏറ്റെടുത്ത് രംഗത്തെത്തിയത്. കുറിപ്പ് എഴുതിയാൽ ഊഹിച്ചതുപോലെ ആകട്ടെ സിനിമ എന്നാണ് നിരവധി പേർ കമന്റ് ചെയ്തത്. എന്തായാലും പ്രേക്ഷകർ ഏറെ ആവേശത്തോടെയാണ് ചിത്രത്തിന്റെ പോസ്റ്ററും ടീസറും എല്ലാം സ്വീകരിച്ചത്.